ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി, കറന്റ് സിറ്റുവേഷൻ എന്താണ്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക, നെഗറ്റീവ് ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും. സപ്പോസ് ഇനി റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണ്, അവരുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ പേഴ്സണെ അതേപോലെ തന്നെ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ, റിലേഷൻഷിപ്പിലുള്ള കറന്റ് സിറ്റുവേഷനും മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ കൂടെയുള്ള ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ്, അവരോട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. ഇത് സൺ കാർഡ് വന്നിട്ടുണ്ട്. സെവൻ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് പെന്റക്കിൾ, ഫൈവ് ഓഫ് കപ്സ്, ടെൻ ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. സോറി, ക്വീൻ ഓഫ് പെന്റക്കിൾ, പേജ് ഓഫ് വാൻഡ്സ്, ഡെത്ത് കാർഡ്. ദ എംപ്രസ് കാർഡ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി, കറന്റ് സിറ്റുവേഷൻ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ വളരെ ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനോ ഒക്കെ ഇരിക്കായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പോകുന്നവര് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്നുണ്ടാകാം. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അത് ബേസ് ചെയ്ത് പറയാം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെയായിരിക്കും നിങ്ങൾ തമ്മിൽ പോകുന്നുണ്ടാകുക. നിങ്ങളുടെ പേഴ്സന്റെ എനർജി വെച്ചിട്ട് ഇപ്പം വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. മേ ബി നിങ്ങളുടെ അടുത്ത് നിന്നിട്ടും എന്തെങ്കിലും ഒരു ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകാം. ഓക്കെ, നിങ്ങളടുത്തോട്ട് എന്ത് കാര്യമാണെങ്കിലും നിങ്ങളടുത്തോട്ട് തിരിച്ചു വന്ന സമയത്ത് നിങ്ങൾ റിജക്ട് ചെയ്തിട്ടുണ്ടാകാം. അതായത് നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിൽക്കുകയാണെങ്കിൽ, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ നിൽക്കുകയാണെങ്കിൽ, നിങ്ങളടുത്തോട്ട് ഈ പേഴ്സൺ തിരിച്ചു വന്ന സമയത്ത് നിങ്ങൾ അവരെ റിജക്ട് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളോട് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം, അവോയ്ഡ് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നടന്നിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാല്, നിങ്ങളിപ്പോൾ അവരെ റിജക്ട് ചെയ്തൊരു സമയത്ത്, അതായത് നിങ്ങൾ തമ്മിൽ പുതിയൊരു തുടക്കം വരേണ്ട ഒരു സമയമായിരുന്നു. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീബേർത്ത്, നിങ്ങൾ ചില കാര്യങ്ങൾ എൻഡ് ആയി പോയിട്ട് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ഒന്നിക്കേണ്ട ഒരു സമയമായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഈ ഒരു നിങ്ങൾ ചെയ്തിട്ടുള്ള റിജക്ഷൻ കാരണം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്ത സമയത്ത് ആ ഒരു കാര്യം അവിടെ എൻഡ് ആയി പോവാണ് ചെയ്തത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് വരേണ്ട സ്ഥാനത്ത് നിങ്ങളുടെ ആ ഒരു എനർജി കാരണം, ഈ വീഡിയോസ് കാണുന്നവരുടെ എനർജി കാരണം ഈ ഒരു കാര്യം, പുതിയതായിട്ട് വരേണ്ട ഒരു കാര്യം പിന്നെയും അവിടെ ഡൗൺ ആയി പോയി. സോ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ഒന്നും കൂടി ഡൗൺ ആയി പോയിട്ടുണ്ട്. ഓക്കെ, ഒരു നിങ്ങളില്ലാതെ ഈ പേഴ്സൺ ഒരിക്കലും അവരുടെ ലൈഫിൽ ഒരു ഫുൾഫിൽമെന്റ് കിട്ടില്ല. നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളപ്പോഴായിരിക്കും അവർക്ക് വളർച്ചകൾ ഉണ്ടായിട്ടുണ്ടാകുക. അതായത് സമാധാനത്തിലാണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ കെയറിങ് ഒക്കെ ആയിരിക്കാം ആ പേഴ്സണെ ചില നല്ല നല്ല കാര്യങ്ങളിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ടാകുക. ഓക്കെ, പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു പെട്ടെന്നുള്ള ഒരു നിമിഷത്തിൽ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആകുമോ, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊണ്ട് ആ പേഴ്സന്റെ, ചിലപ്പോൾ ഇവിടെ ജോബിന്റെ ഒക്കെ കാണിക്കുന്നുണ്ട്, ചില തിരക്കുകളിലേക്ക്, വിദേശത്തൊക്കെ ഉള്ളവരായിരിക്കാം, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, ചില തിരക്കുകൾ കാരണം നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്ന ഒരു പേഴ്സന്റെ എനർജി ഇവിടെ വരുന്നുണ്ട്. ചിലവരുടെയെങ്കിലും എനർജിയാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളെ വിട്ട ഈ പേഴ്സൺ നിന്നതായിരിക്കാം. പക്ഷേ പേഴ്സണെ സംബന്ധിച്ച് തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ റിജക്ട് ചെയ്തപ്പോൾ ഇവിടെ റീബർത്തിന്റെ ചാൻസ് നിങ്ങൾ മിസ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, നിങ്ങളില്ലാത്ത ഈ പേഴ്സൺ ഒരിക്കലും ഫുൾഫിൽമെന്റ് ലഭിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ എനർജി വളരെ ഡൗൺ ആയിട്ടിരിക്കുന്നതിന്റെ റീസൺ നിങ്ങളെ വിട്ടു നിൽക്കുന്നതിന്റെ ഒരു കാരണമാണ്. കാരണം അവരുടെ ചിന്തകളിലൊക്കെ നിങ്ങളാണുള്ളത്.
ഓക്കെ, നിങ്ങളെയാണ് ആ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ അവരെത്ര സക്സസ്സിൽ നിൽക്കുകയാണെങ്കിലും അവരെത്ര സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അവർക്ക് നിങ്ങളുടെ മെമ്മറീസ് അവരെ വന്നിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. അതായത് ഇറിറ്റേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ നിങ്ങളുടെ മെമ്മറീസ് കടന്നു വരുമ്പോൾ അവർക്ക് അവിടെ എന്താ പറയാ ചെയ്യാൻ പറ്റാതെ, ആ ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ അവർ ഭയങ്കര സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, വളരെ വിഷമിച്ച് നിൽക്കുന്ന ഒരു എനർജി പേഴ്സൻ്റെത്. നിങ്ങളെ ചിന്തിച്ചിട്ട് വളരെ വിഷമിച്ച് നിൽക്കുന്ന ഒരു പേഴ്സൺ. ചിലപ്പം ചിലരുടെ എനർജിയിൽ നിങ്ങളെ വേദനിപ്പിച്ച് ഓർത്തിട്ട് ഈ പേഴ്സൺ വളരെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാകാം. കാര്യം നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടാകാം. നിങ്ങളെ ഇട്ടിട്ട് പോയ ഒരു റീസൺ ആയിരിക്കാം മേ ബി. നിങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കിയിട്ട് ഈ പേഴ്സൺ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ട് നിങ്ങൾ വളരെയധികം അവരെ തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ ഭാഗത്ത് നിന്നിട്ടും ആ പേഴ്സണെ നിങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രമിച്ചിട്ടുണ്ടാകും. പക്ഷെ ഈ പേഴ്സൺ ആ ഒരു സമയത്ത് നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ടാകും. ഓക്കെ, പക്ഷെ ഇപ്പോൾ ആ പേഴ്സൺ തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ റിജക്ട് ചെയ്യോ, അല്ലെങ്കിൽ ആ പേഴ്സൺ വരാൻ വേണ്ടി നിന്നപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള എന്തോ ഒരു കാര്യം ആ പേഴ്സണെ വല്ലാതെ ഹേർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ അവര് വിഷമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം പെയിൻ തന്നിട്ടുണ്ട് എന്നുള്ളൊരു ബോധം അവർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു വിഷമത്തിന്റെ ഒരു എനർജിയാണ്. അവര് വളരെ നെഗറ്റീവായിട്ടാണ് ഇരിക്കുന്നത്. അവർക്ക് ഒരു കാര്യത്തിലും അവർക്ക് എല്ലാം ഉണ്ട്. ഇപ്പോൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ എല്ലാം ഉണ്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഒരു എന്ത് കാര്യം ചെയ്യുമ്പോൾ അവർക്ക് സക്സസ് ആണ്, അവർക്ക് എന്താ പറയാ എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു കുറവാണ് അവർക്കുള്ളത്. നിങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആകും. ഓക്കെ, സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ആ പേഴ്സൺ. റീബർത്തിനുള്ള ഒരു ചാൻസ് ആണ് നിങ്ങൾ മിസ് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങളടുത്ത് യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പാസ്റ്റ് ലൈഫിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ആരാണെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക. അതായത് അവരെ മാപ്പ് കൊടുത്ത് അവരെ ഇങ്ങനെ വെക്കാൻ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. മനസ്സിൽ അവർക്കങ്ങ് മാപ്പ് കൊടുക്കുക, ക്ഷമിക്കുക. ഓക്കെ, ആ ഒരു ക്ഷമയിൽ തന്നെ നമുക്ക് നടക്കുന്ന ഒരു ഹീലിംഗ് പ്രോസസ്, അത് നമുക്ക് കിട്ടുന്ന സക്സസ് ആണ്. ആ പേഴ്സൺ നമ്മൾ ഓൾറെഡി നമ്മുടെ മനസ്സിൽ പറയുന്ന ഒരു മാപ്പ് അല്ലെങ്കിൽ അവർക്ക് ക്ഷമ കൊടുക്കുന്ന ഒരു സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന ഒരു സക്സസ് ഉണ്ട്, നമുക്ക് കിട്ടുന്ന ഒരു മനസ്സമാധാനം ഉണ്ട്. അത് അവർക്കും അട്രാക്ട് ആയിക്കോളും. ഓക്കെ, അവർക്കും എന്തെങ്കിലും ദേഷ്യമുണ്ട്, അവർക്ക് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു എന്താ പറയാ നിങ്ങളെ ഭയങ്കരമായിട്ടും ഇറിറ്റേറ്റ് ആയിട്ട് തോന്നുന്ന സിറ്റുവേഷൻ ഒക്കെ അവർക്ക് എന്താ പറയാ ഒരു ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരും. നിങ്ങളുടെ അടുത്ത് ഒരു സ്നേഹം തോന്നും ആ പേഴ്സൺസ്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ പേഴ്സന്റെ എനർജി ഇവിടെ എനിക്ക് സ്റ്റക്കായി പോവുക, സംസാരിക്കുമ്പോൾ എനിക്ക് വരുന്നില്ല. ഓക്കെ, അത്രയ്ക്കും ഈ പേഴ്സൺ കുറച്ച് നിങ്ങളുടെ ചിന്തയിൽ നിങ്ങളുടെ മെമ്മറീസിൽ ഒന്ന് ഡൗൺ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഈ റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ആൻഡ് ലൈക്ക് ചെയ്യുക.